ഹായ് ഓൾ. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. ഓക്കെ, അപ്പം നമുക്കിന്ന് കുറേ നെഗറ്റീവ് ന്യൂസൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇന്ന് നല്ലപോലെ ഉണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് നമുക്ക് ഓപ്പോസിറ്റാണ് ഇപ്പം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു ബുള്ളിഷ് എൻട്രി തന്നെയാണ് ഞാൻ നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലൊരു ബുള്ളിഷ് എൻട്രിയാണ് നോക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് എൻട്രി തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം ഫോം ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏത് ലെവൽസാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സമയം 9:23. ഓക്കെ, 9:23 ഇപ്പം. ഇന്ന് നമുക്ക് നല്ല എന്താണ് നെഗറ്റീവ് ന്യൂസിലാണ് ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ വന്നത്. പക്ഷേ മാർക്കറ്റ് എത്രത്തോളം റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു ന്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, ഇഫ് ഇൻ കേസ് ഇപ്പം മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് ഫോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ന്യൂസ് കൊണ്ടാണോ ആ ഒരു റീസൺ കാര്യങ്ങൾ നോക്കാറുണ്ട്. കാരണം നമ്മുടെ ആ ഒരു പ്രൈസ് ആക്ഷനിന് ഓപ്പോസിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവം നോക്കുന്നത്. ഓക്കെ, അപ്പം 50-200 എന്ന ഒരു കോൾ ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. 50-200. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഫയേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിന് ആരെങ്കിലും ഷെയർ ചെയ്യുക, ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും. ഓക്കെ, ഞാൻ മെയിൻലി ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ട്രേഡിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി എന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 100% സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% സക്സസ്ഫുൾ അല്ല. ഞാൻ പറയുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും ഒരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഒരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം 40, 50, 200 എന്ന് പറയുന്ന സിയിൽ 416, 421 ആ ഒരു ലെവലാണ്. പക്ഷേ ഞാൻ ആ ഒരു ലെവൽ എൻട്രി ചെയ്യത്തില്ല. 363 CP ആട്ടെ. ഓക്കെ, 363 CP ആട്ടെ, ആ ഒരു ലെവലിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് അവിടുന്ന് നമുക്ക് എൻട്രി ചെയ്യാം. എല്ലാവരും ചോദിക്കും, പക്ഷേ എന്നാൽ ആ ഒരു 363 വരത്തില്ല, അപ്പോൾ പിന്നെ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചുകൂടെ, അത്രയും ഒരു പോയിന്റ് കിട്ടത്തില്ലെന്ന്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കോൾ എൻട്രിയാണ്. അപ്പോൾ ആ നമ്മുടെ ലെവലിലോട്ട് വരുന്നിടം വരെ നമുക്ക് പുട്ട് എൻട്രി എടുക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു ലോജിക്കിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം എൻ്റെ എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കോൾ എൻട്രിയാണ്. ഓക്കെ, ഒരു ട്രേഡാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ട്രേഡിനുള്ള ഒരു എൻട്രി കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഇൻ കേസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ ഒരു അഗ്രസീവ് ഒരു ബൈയിങ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു പ്രോപ്പർ പുട്ട് എൻട്രിയിൽ ഒരു റിസ്ക് റിവാർഡ് ഒരിക്കലും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കോൾ എൻട്രി എടുത്തേക്കുന്നത്. നോക്കാം, നമുക്ക് എന്തായാലും ഒരു 363 ലെവലിലോട്ട് മാർക്കറ്റ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓപ്ഷൻ ചാർട്ട് അങ്ങനെ നോക്കാറില്ല. പിന്നെ ഇന്നത്തെ ഒരു ലോയിൽ നിന്നാണ് ഒരു ബൈയിങ് ഇപ്പോൾ നടന്നത്. അപ്പോൾ ആ ഒരു ലോ സ്വീപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഒരു അപ്പ് സൈഡിലോട്ട് പോകാൻ ഒരു പ്രോബിലിറ്റി ഉണ്ട് എന്ന് ഒരു ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഇന്നലത്തെ ആ ന്യൂസ് കാര്യങ്ങളൊന്നും ഇട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ന്യൂസ് അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു വ്യൂസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, ശരിയായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ പോകുന്നത്. നമുക്കങ്ങനെ ആ ഒരു ആൾക്കാരെ ഒരു ട്രേഡേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടൻസ് ഇട്ടിട്ട് നമുക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടണമെന്ന് താല്പര്യമില്ല. ഓക്കെ, അത് ചില ഓരോരുത്തരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അങ്ങനത്തെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ഞാനെന്തായാലും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമ്മുടെ ട്രേഡിങ് കാര്യങ്ങളും മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമൊക്കെ ഞാൻ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിനകത്ത് വരുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ബൈയിങ്, ഓപ്ഷൻ സെല്ലിങ്, പിന്നെ ഞാൻ ഓപ്ഷൻസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നലെ സീരീസിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അത് ഈ വീക്കിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സൺഡേസിന് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്പം നമ്മുടെ ആ ലെവലിലോട്ട് വരുമെന്ന് തോന്നുന്നു. ഓക്കെ, 363, അതായത് 50-100 എന്ന് പറയുന്നത് 363 ആ ലെവലിലോട്ട് വരുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് മൺഡേ ആണ്. അപ്പം മൺഡേ ആയതുകൊണ്ട് നമുക്ക്
അപ്പോൾ ആ ഒരു നമ്മുടെ മാർക്കറ്റ് ഇന്ന് US മാർക്കറ്റൊക്കെ ഇന്ന് നൈറ്റ് സെഷനല്ലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു ക്ലോസിങ് വെച്ചായിരിക്കും ചിലപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ US മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് നോക്കാം. ഞാനപ്പോൾ ഈ ഒരു ബോക്സിൽ വരുമ്പോൾ ഞാൻ എന്തായാലും എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ലെവലിൽ വരുമ്പം ഞാൻ എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ബാങ്ക് നിഫ്റ്റി, ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഈ ഒരു ബോക്സിൽ വരുമ്പം എൻട്രി എടുക്കും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ട് ചിലപ്പം യൂട്യൂബിൽ ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ അതിന് മുന്നേ ഒന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഞാൻ ട്രേഡ് എടുത്തത് ഫ്യൂച്ചേഴ്സിലാണ്, ട്രേഡ് നോക്കുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. ഓക്കെ, നമ്മുടെ SMC അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ വരച്ചേക്കുന്ന ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ അത് ജസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ആവും ഓർഡർ ബ്ലോക്ക് എന്താണ്. ഓക്കെ, നമുക്ക് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഒരു 1:2 റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡ് കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ട്രേഡ് എടുക്കാം. ഓക്കെ, ആ ഒരു ബോക്സിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഒരു കോൾ എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് റിസ്ക് റിവാർഡ് 55. ഞാനിപ്പോൾ എന്തായാലും ഇപ്പം നിഫ്റ്റി കുറച്ച് ബുള്ളിഷാണ് എന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി കുറച്ച് ബുള്ളിഷാണ്. HDFC ബാങ്കൊക്കെ നോക്കി കഴിഞ്ഞാൽ, ആക്സിസ് ബാങ്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബുള്ളിഷായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നിഫ്റ്റിയുടെ റിലയൻസ് ഇന്ന് ഓൾറെഡി ഡൗൺ സൈഡിലാണ്. അപ്പോൾ എനിക്കൊന്ന് മിക്കവാറും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. നമ്മുടെ ആ ലെവലിൽ വന്ന് ടാപ്പായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ ലെവലിൽ വന്ന് ടാപ്പായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു ലെവലിൽ നിന്ന് തന്നെ നമുക്ക് ബൈ എടുക്കാം, ബൈ എടുക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി എന്തായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, ഓക്കെ 363ക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ബൈ എടുക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ 369, 373, 363ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഇതിൽ റിസ്ക് റിവാർഡ് നമുക്ക് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്, ഒരു 80 പോയിൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പാണ് വന്നേക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആദ്യമേ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇൻ കേസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു പിന്നെ എടുക്കാം. ഓക്കെ, അത് നമുക്കൊരു ഇഷ്യൂ ഇല്ല. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓക്കെ ട്രെൻഡ് കുഴപ്പമില്ല, ഇഷ്യൂസ് ഇല്ല. ഓക്കെ, സസ്റ്റെയിൻ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു കോൾ ഓപ്ഷൻ എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പ്രീമിയത്തിൽ നല്ല പുൾ ബാക്ക് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലോ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. ഒരു 340 ആ ഒരു റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നമ്മുടെ ലെവലിൽ വരുമ്പോൾ മാത്രം നമ്മൾ ബൈ എടുത്താൽ മതി. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവില്ല എന്നൊക്കെ അത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, നമ്മുടെ ലെവലിൽ നമ്മുടെ ഇതിൽ വരുമ്പോൾ മാത്രം നമ്മൾ ബൈ എടുത്താൽ മതി. മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ബൈസ് ആക്റ്റീവ് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം, ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നവരെ നോക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ആക്ച്വലി ചിലപ്പോൾ ഒരു ബൈയേഴ്സിനെ ചിലപ്പോൾ ഒരു ട്രാപ്പ് ആക്കാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മൊമെൻറ്റം കാണിക്കും. ബട്ട് എന്നാലും എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത് അപ്പ് സൈഡ് തന്നെ മാർക്കറ്റ് പോകും എന്നുള്ളൊരു വ്യൂ തന്നെയാണ് ഇന്ന്. ഓക്കെ, ഞാനൊരു 300 ക്വാണ്ടിറ്റി എൻട്രി എടുത്തിട്ടുണ്ട്. 300 ക്വാണ്ടിറ്റി. ഓക്കെ, ഒരു 20 പോയിൻറ്റ്സാണ് എൻ്റെ SL. 20 പോയിൻറ്റ്സ് 341 എൻ്റെ SL വരും. 300 പോയിൻറ്റ്സ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ,
ഇപ്പം സ്റ്റോപ്പ് ലോസ് എൻ്റെ ആക്ച്വലി ഇത്രയാണ്, പക്ഷേ ഞാൻ ഇത്രയും സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല. കാരണം ഇച്ചിരി വലിയ ഹ്യൂജ് സ്റ്റോപ്പ് ലോസ് വരും, 80 പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴത്തേക്ക് നിയർലി ഒരു 50-60 പോയിൻറ്റ്സോളം സെല്ല് വരും. അപ്പോൾ അത്രയും റിസ്ക് എടുക്കണ്ട. എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഏതെങ്കിലും സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റ് മൊമെൻറ്റം നടത്തത്തുള്ളൂ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പം ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ആക്സിസ് ബാങ്ക് മാത്രമേ ഉള്ളൂ നമുക്കൊരു ട്രെൻഡിലോട്ട്, അതായത് ഒരു ചെറിയൊരു പോസിറ്റീവ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം നെഗറ്റീവാണ്. നമുക്ക് ഇൻ കേസ് ഇപ്പോൾ ലോസ് വരുവാണെങ്കിൽ നിയർലി ഒരു 5,000 റുപ്പീസിനടുത്തൊരു ലോസ് വരും. ഓക്കെ, 5,500 റുപ്പീസൊക്കെ അടുത്ത് നമുക്ക് ലോസ് വരും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എൻ്റെ PNL കാണാം. ഓക്കെ, 3,000 റുപ്പീസിനടുത്ത് നമ്മൾ ലോസ് ഇപ്പം കറൻ്റ് റണ്ണിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറയാം, അവിടുന്ന് നമുക്കൊരു ബയസ് ആക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നല്ലപോലെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അപ്സൈഡ് പോകാൻ നല്ല പോസിബിലിറ്റിയാണ് മാർക്കറ്റിനുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി എന്തായാലും ഇപ്പോഴും സ്റ്റിൽ ഒരു ബിയറിഷാണ് നിഫ്റ്റി. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആകാൻ ചിലപ്പം ബാങ്ക് നിഫ്റ്റിയും കുറച്ച് ഡൗൺ വരുന്നത്. ആക്സിസ് ബാങ്ക് കുറച്ച് ബുള്ളിഷായിട്ട് തോന്നുന്നു. ആക്സിസ് ബാങ്കും എനിക്ക് HDFC ബാങ്കും കുറച്ച് ബുള്ളിഷായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഡേ ലോ സ്വീപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കോൾ എൻട്രിയിലോട്ട് പോകാൻ ചാൻസ് ഇല്ല, പുട്ട് എൻട്രി ആയിരിക്കും ഞാൻ മിക്കവാറും നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആ ലെവലിൽ തന്നെയാണ് നമ്മൾ ബൈ ചെയ്തേക്കുന്നത്. ഇനിയും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഹിറ്റ് ആവാതെ ഇറങ്ങണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രീമിയം കറൻ്റ് റൺ ചെയ്യുന്നത് 351, 352 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് മൊമെൻറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റിൽ ഹോൾഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, വീഡിയോ എന്തായാലും ഞാൻ പോസ് ചെയ്യുന്നില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് എന്തായാലും എത്ര ലെങ്ത് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു ലെങ്തിൽ തന്നെ നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓർഡർ ബ്ലോക്ക്, അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ബയേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ ബയേഴ്സ് ആക്റ്റീവ് ആവും. അപ്പം സാധാരണ നമുക്ക് ഇപ്പം പുട്ട് ബയേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ചിലപ്പം ഒരു PE ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റിൽ ഇന്നൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട് എന്നുള്ള ഒരു റീസൺ കൊണ്ട്, മനസ്സിലായി. അപ്പോൾ അങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇപ്പം പ്രീമിയം കൂടുന്നുണ്ട്, 355, 356 ആ ഒരു റേഞ്ചിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റിൽ നമ്മൾ ബൈ ചെയ്തേക്കുന്ന ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു 5,000 റുപ്പീസ് അത്രയൊക്കെ വരത്തുള്ളൂ നമുക്ക്, അല്ലേ 5,500 അത്രയൊക്കെ നമുക്ക് ലോസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട. നമുക്ക് എന്തായാലും ടാർഗറ്റ് വന്നേക്കുന്നത് ഡേ ഹൈ തന്നെയാണ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം സമയം നമുക്ക് വന്നേക്കുന്നത് 10:05. ഓക്കെ, 10:05. ഞാനിപ്പോഴും ഒരു കോൾ സൈഡ് എൻട്രി തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഒരു കോൾ എൻട്രി തന്നെയാണ് നോക്കുന്നത്. ഡേ ഹൈ തന്നെ ടാർഗറ്റും വെക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു എൻട്രി തന്നെയാണ് സ്റ്റിൽ വരുന്നത്. ഓക്കെ, കുറച്ച് നല്ല ഞാൻ പറയില്ല, നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ. നമ്മളിപ്പം ഒരു 340 ആ റേഞ്ച് വെച്ചു, പക്ഷേ മാർക്കറ്റ് എത്ര വരെ പോയി, 315 വരെ പോയി. അപ്പം സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പിന്നെയും നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എന്തായാലും ഒരു കോൾ എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു കോൾ സൈഡ് എൻട്രി തന്നെയായിരിക്കും ഞാൻ എടുക്കുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം തന്നെ വെയിറ്റ് ചെയ്യാം. ഞാൻ സെയിം സ്ട്രൈക്ക് തന്നെയാണ് എടുക്കുന്നത്, 50-200 എന്നുള്ള സ്ട്രൈക്ക് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രൈക്കിൽ തന്നെയാണ് ഞാൻ ഒരു കോൾ എൻട്രി എടുക്കുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ലോ, അതായത് 5341 ഫ്യൂച്ചേഴ്സാണ്, 5341 ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് അവിടുന്ന് ഒരു ഹൈ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു എടുക്കാം. ഓക്കെ, ആക്ച്വലി കണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല, പക്ഷേ എന്താണ് നമുക്ക് അത്രയും റിസ്ക് റിവാർഡ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ.
ഞാൻ മനസ്സിലായി. നമ്മുടെ ആ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും എടുത്ത ആ ഒരു റിസ്കിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്തായാലും സ്റ്റിൽ നമ്മുടെ ഇപ്പം ഇവിടുന്ന് ഒരു സി എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വരുന്നതെന്ന് പറയുന്നത് 55-60 ആ ലെവൽ തന്നെയായിരിക്കും നമുക്ക് ടാർഗറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. HDFC ബാങ്കും ഇപ്പം ഒരു ഗ്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, HDFC ബാങ്കും ഒരു ഗ്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിക്കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു FEG ആണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത്, FEG. ഓക്കെ, ഇതിപ്പം ആ ഒരു FEG ഇൻവേർഷൻ എന്ന് പറയുന്നത് ആ ഒരു FEG ടാപ്പായിട്ട് ചിലപ്പോൾ ഒരു റിവേഴ്സൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇപ്പം ഒരു ഈ എൻട്രി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ പറയില്ല, മാർക്കറ്റ് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ ഒരു ബുള്ളിഷ് വ്യൂ ആണ് ഇപ്പോഴും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ വെക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് വെക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, നമ്മുടെ ആ ഒരു എൻട്രി ലെവൽ കാര്യങ്ങളൊക്കെ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം സമയം 10:10. ഓക്കെ, 10:10 ആയിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, സ്റ്റിൽ ബുള്ളിഷ് വ്യൂ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു കോൾ എൻട്രി തന്നെയാണ് എടുക്കുന്നത്. സെയിം സ്ട്രൈക്ക് തന്നെയാണ്, 50-100 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് തന്നെയാണ്, സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ട്രേഡിൽ നമുക്ക് ഇത്രയും വന്നു, രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലിട്ടിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഇപ്പം കഴിഞ്ഞ ലോസ് ഇൻ കേസ് ഇപ്പം കഴിഞ്ഞ ലോസ് വന്നത് ആ ഒരു 5,300 റുപ്പീസ് നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ലോസ് റീകവർ ആവുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പം ഈ ഒരു ട്രേഡിൽ നമുക്കിപ്പോൾ ഇത്രയും വേണ്ട ഒരു 600 ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോഫിറ്റിൽ ലോസ് റീകവർ ആവുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ കാര്യമില്ല. ഓക്കെ, നമുക്കന്നേരം നമ്മളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, എപ്പോഴും റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടുന്ന് ഒരു കോൾ എൻട്രി തന്നെയാണ് ഞാൻ നോക്കുന്നത്. ജസ്റ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഞാൻ ആക്ച്വലി ഫോണിലാണ് എൻട്രി എടുക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇപ്പം ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഒരു 458 വരെയൊക്കെ ഹൈ ബ്രേക്ക് ചെയ്യാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഡേ ഹൈയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പ്രൈസ് ആക്ഷൻ സെയിം വരുന്നുണ്ട്, എന്നാലും നമുക്ക് നമ്മുടെ ആ ഒരു ലെവലിൽ തന്നെ വന്നിട്ട് മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇപ്പോൾ ഇത്രയും വെക്കുവാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 40 പോയിൻറ്റ്സൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറയുന്നത് 300 ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കണേ. അപ്പോൾ അതിനെക്കാട്ടിൽ നമ്മൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പകുതി സ്റ്റോപ്പ് ലോസ് വെക്കുക, 20 പോയിൻറ്റ്സ് വെക്കുക, എന്നിട്ട് അടുത്ത 20 പോയിൻറ്റ് കൂടെ വെക്കുക ഇതിൽ അടുത്ത നെക്സ്റ്റ് ട്രേഡിൽ. അപ്പോൾ ഇത് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ട്രേഡ് നിർത്തുന്നതായിരിക്കും. ഓക്കെ, നാളെ ആയിരിക്കും ഞാൻ പിന്നെ ബാക്കി ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ മാക്സിമം ഒരു ലോസ് ഞാൻ ലോസിൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് നിർത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു കോൾ ബൈ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഗ്രസീവ് ആവും, കാരണം ചിലപ്പോൾ നമുക്ക് എൻട്രി കിട്ടാതെ തന്നെ പോകും. ഓക്കെ, ജസ്റ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷായിട്ട് തന്നെയാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റി തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 300 ക്വാണ്ടിറ്റി ബാങ്ക് നിഫ്റ്റി ആഡ് ചെയ്തിട്ടുണ്ട്. 300 ക്വാണ്ടിറ്റി ഞാൻ വീണ്ടും ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 300 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടെ കാണാം. എൻ്റെ ആ 5,000 റുപ്പീസ് ലോസ് അതിപ്പോൾ കുറഞ്ഞു. അതാണിപ്പോൾ ആ ഒരു ലോസ് വന്നേക്കുന്നത്, 5,000 റുപ്പീസ് ലോസ്. നമ്മൾ ആദ്യമേ ആദ്യത്തെ ട്രേഡിൽ എടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആ ഒരു ലോസാണ്. ഓക്കെ, ഇതിൽ സ്റ്റോപ്പ് ലോസ് എൻ്റെ 315 ആണ് വന്നേക്കുന്നത്, പക്ഷേ 315 അല്ല എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഞാനിപ്പം വരച്ചേക്കുന്ന ആ ഒരു ബോക്സിൻ്റെ താഴെയായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, ബയേഴ്സ് നല്ല പോലെ ആക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സൂപ്പർ, നല്ല പറക്കുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിതാണ് പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും ആ ഓപ്പർച്യൂണിറ്റിയിൽ ട്രേഡ് എടുക്കുക, അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ, സ്റ്റിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റ് തന്നെയാണ്, പ്രോഫിറ്റ് റൺ ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ആ ലോസ് റീകവർ ആയിട്ട് ഇപ്പം സ്റ്റിൽ ഒരു 4,000 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്, പ്രോപ്പർ റിസ്ക് റിവാർഡിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത്. ഓക്കെ, ഞാനപ്പോൾ ഒരു എൻട്രി പൊസിഷനും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ എൻട്രി എടുത്തത് ഇവിടെ നിന്നാണ്. നമ്മൾ ടാർഗറ്റ് വരുന്നത് നിയർലി ആ ഒരു ലെവലാണ്. ഓക്കെ, ആ ഒരു ലെവലാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്.
സ്റ്റോപ്പ് ലോസ് വരുന്നത് ആ ഒരു ലെവൽ തന്നെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എത്രത്തോളം അപ്സൈഡ് പോകാൻ നമ്മൾ ടാർഗറ്റ് ഹിറ്റാവുന്ന വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡ്സിൽ ഇപ്പം അഗ്രസീവായിട്ട് നമ്മൾ വീണ്ടും സി എടുക്കുന്ന അങ്ങനത്തെ ഇതല്ല. കാരണം എനിക്കിപ്പോൾ രണ്ടാമതും എൻ്റെ ആ ഒരു ഫസ്റ്റ് വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊന്നും ഹിറ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഒരു കോൾ എൻട്രി തന്നെ എടുത്തേക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഡേ ലോ സ്വീപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു പുട്ട് എൻട്രി നോക്കത്തുള്ളായിരുന്നു, ഒരു കോൾ എൻട്രി നോക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പം ഓക്കെ, ഇപ്പോൾ ഓവറോൾ നമുക്കൊരു 2000 റുപ്പീസ് 3000 റുപ്പീസ് പ്രോഫിറ്റാണ്. ഓക്കെ, 3000 റുപ്പീസ് പ്രോഫിറ്റാണ്. മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൽ എത്ര ബാഡ് ന്യൂസോ നെഗറ്റീവ് ന്യൂസോ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസോ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, നമ്മുടെ ആ ഒരു ചാർട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക, ആ ചാർട്ടിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ആ ടാർഗറ്റ്. ഇത് ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് അലേർട്ട് വെക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനങ്ങനെ ഒരു എൻട്രി അല്ലെങ്കിൽ എൻ്റെ ഒരു എൻട്രി പൊസിഷൻ എൻട്രി ലെവൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ സാധാരണ ടാർഗറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അലേർട്ട് ഇട്ട് വെക്കാറുണ്ട്. ഓക്കെ, ട്രേഡിംഗ് വ്യൂ പ്രീമിയം അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഇതേ വരത്തുള്ളൂ. അപ്പോൾ പ്രീമിയം എടുക്കേണ്ടവർക്ക് പ്രീമിയം എടുക്കാം, എടുക്കേണ്ടവർക്ക് ഇതിൽ തന്നെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അതിൽ ഇഷ്യൂസൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, കാരണം മാർക്കറ്റിൽ നിന്ന് ഡേ ലോയിൽ നിന്ന് ഒരു സസ്റ്റെയിൻ കാണിക്കുന്നുണ്ട്, ഒരു ഹൈ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ വേറെ ഏതോ ഒരു അലേർട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു PNRയുടെയാണ്, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ, മാർക്കറ്റ് സ്റ്റിൽ ഈ നമ്മുടെ ആ ഡേ ഹൈ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ചിലപ്പോൾ എനിക്കൊന്നും കുറച്ച് ലെങ്തി ആയിരിക്കാം. ഓക്കെ, അപ്പം ഇതിൽ എത്രത്തോളം ഡിലീറ്റ് ചെയ്യണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ലൈവ് ട്രേഡിൻ്റെ അതെങ്ങനെ ട്രേഡ് എടുക്കുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവിൻ്റെ ആ ഒരു ലെങ്ത് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഷോർട്ടായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എൻട്രി എടുക്കുന്നു, അവസാനം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആവുന്നു. അപ്പോൾ ഒരു 2 മിനിറ്റ്സിലൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു ട്രേഡിലെ ആ ഒരു ഇമോഷൻ എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ ട്രേഡ് എടുത്താണ് നമ്മുടെ ആ ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 5000 റുപ്പീസോളം പ്രോഫിറ്റിലാണ്, കാരണം നമ്മുടെ ആ ലോസ് റീകവർ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു മൊമെൻറ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡേ ഹൈയിലോട്ടൊരു നല്ലൊരു സ്ട്രോങ് മൊമെൻറ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഇന്ന് ഒരു ഡേ ഹൈയും ബ്രേക്കായിട്ട് ഒരു പുതിയൊരു ഹൈ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും ദിവസം ബാങ്ക് നിഫ്റ്റി വന്നേക്കുന്നത് എന്താണ്, ഒരു റേഞ്ച് ബൗണ്ടായിട്ട് വന്നേക്കുന്നതാണ്. ഒരു ഐദർ സൈഡ് ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ വേണം, എന്നാലേ ഒരു മാർക്കറ്റിൽ ഏത് സൈഡിലോട്ടാണ് മൊമെൻറ്റം വേണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈയിങ് തന്നെയാണ് മാർക്കറ്റിൽ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 3000-4000 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്യാം. 3000 ഓക്കെ 7000 ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു സ്പൈക്ക് വേണം. ഓക്കെ ഓക്കെ, നമ്മുടെ ആ റെഡ് ലൈനാണ് ടാർഗറ്റ്, ഇന്നത്തെ ഡേ ഹൈ. ഓക്കെ, നിയർലി 9000, 11,000. ഓക്കെ, 15,000, 16,000 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്യാണ്. 16 ഓക്കെ, 16,000 റുപ്പീസ് നമ്മൾ ടാർഗറ്റ് എത്തി. 16,000 + 5,000. ഓക്കെ, അപ്പോൾ നമുക്കൊരു 22,000 റുപ്പീസാണ് ഇന്നത്തെ പ്രോഫിറ്റ് ഏൺ ചെയ്തേക്കുന്നത്. ഓക്കെ, ആ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അപ്പം സി യു ട്രേഡേഴ്സ്. ഓക്കെ.